നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഒരുപാടായില്ല നമ്മൾ ലോഞ്ചറൊന്ന് മാറ്റിയിട്ട് ഫോൺ വാങ്ങുന്നവരുള്ള അതേ ലോഞ്ചർ തന്നെയല്ലേ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ലോഞ്ചർ പരിചയപ്പെടും. നമുക്ക് അടിപൊളി ലോഞ്ചറാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം അടിപൊളി സെറ്റപ്പിൽ ഉപയോഗിക്കുക. അതൊന്ന് കണ്ടു നോക്കുക എങ്ങനെയാന്ന്. വളരെ സിമ്പിളാണ് സംഗതി. ഇതിന് നമ്മൾ നയാഗ്ര ലോഞ്ചർ എന്ന് പറയുന്നൊരു ലോഞ്ചറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാകുക ഒന്ന് നോക്കുക. നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് ഇങ്ങനെ വരിക, എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ വന്ന് കണ്ടാ. ഇതിൽ നമുക്ക് ഹോം സ്ക്രീനിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. 8 വരെ സെലക്ട് ചെയ്യുക. 8 വേണോ, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 4 സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്ത് ഇതിൻ്റെ ആക്സസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. കഴിഞ്ഞ് ഇത്രേ സെറ്റപ്പ് ഉള്ളൂ. പിന്നെ നമ്മളെ ഫോണിൻ്റെ ഹോം സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുക. ഇപ്പം നമുക്ക് ആപ്ലിക്കേഷനൊക്കെ ലോഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടത് അതിങ്ങനെ നോക്കിയിട്ട് എടുക്കാം. ആൽഫബറ്റിക് ക്രമത്തിൽ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എം തുടങ്ങുന്നതുകൊണ്ട് എമ്മിൽ വെച്ച് കൊടുത്താൽ മതി. ഏത് തുടങ്ങുന്നതുകൊണ്ട് അത് ആ അക്ഷരത്തിലേക്ക് വെച്ച് കൊടുത്താൽ അവിടെ കിട്ടും. നമുക്ക് വേറെ ഒന്നുമില്ല, ആപ്ലിക്കേഷൻസ് മാത്രം. പിന്നെ നമുക്ക് നമ്മളെ നോട്ടിഫിക്കേഷനൊക്കെ ജസ്റ്റ് ഹോം സ്ക്രീനിൽ തന്നെ ഇങ്ങനെ ആക്സസ് ചെയ്യുക. അടിപൊളി, വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിനുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ബാറ്ററി കൺസ്യൂമും കുറവാണ്. ബാറ്ററി കൺസ്യൂമും കുറയുന്ന സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ലോഞ്ചർ. ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ. ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടിരിക്കേണ്ട വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തേക്ക് നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പിയോ. താങ്ക് യു സോ മച്ച്.